السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിവരിച്ചു തന്നുകൊണ്ടാണ് ഞങ്ങളുടെ ക്ലാസ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക എന്ന ആ ബാബ് റിയാദു സ്വാലിഹിന്റെ അത് വിവരിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഇന്നിപ്പ 320 ഹദീസ് വിവരിക്കുന്നുണ്ട്. എന്തായിട്ട് ഇതിന്റെ ഹദീസ് சொல்றது അത് മുന്നോട്ട് ഞങ്ങൾക്ക് വിവരിച്ച ഒരു ഹദീസ് തന്നെയായിരിക്കും. അത് മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ആ സഹാബിക്ക് പള്ളിയുടെ തോട്ടം ദൈവകാലം കഴിച്ചിട്ട് ആ തോട്ടത്തിൽ പരിശുദ്ധ ഖുർആന്റെ എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഈ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു പോയിട്ട് നബി തങ്ങളെ വിളിച്ചിട്ട്, നബി, അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ ചെന്നല്ല, യഥാർത്ഥമായ നിങ്ങൾ ഗുണം ചെയ്ത് ആവണം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് നിങ്ങൾ ചെലവാക്കണം. നല്ല തോട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടായിരിക്കുന്നത് ഈ പള്ളിയിൽ തീർന്നാണ് വൈദ്യുഹാരം തുടക്കം. ഈ തോട്ടം നാം അല്ലാഹുവിന് വേണ്ടി നാം പുറത്തേക്ക് നബിയെ അത് ആരുടെ എങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ കൊടുക്കും. അപ്പൊ നബി പറഞ്ഞത് പറയും വല്ലാത്ത സന്തോഷം, നല്ല അതിൽ ഉപകാരത്തോളം നിങ്ങൾ കിട്ടിയോണ്ടിരിക്കുന്ന സ്വത്ത് സമ്പത്ത് എന്നൊക്കെ നബി അതിനെ പ്രശംസിച്ചിട്ട് മാത്രമല്ല നബി തന്നെ അത് മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു കുടുംബക്കാർക്ക് എഴുതിച്ചു കൊടുക്കുന്നത്. അവൻ നല്ല വിഷയമായിരിക്കുന്നത് കുടുംബക്കാരനായിരിക്കുന്നത് നബി തന്നെ. അതായത് അബൂ തൽഹാ റളിയല്ലാഹു അൻഹു നബി എങ്ങനെ ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ ആക്കിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ടതല്ല അക്കല്ല എഴുതിച്ചു കൊടുക്കാനും അങ്ങനെ ആയിട്ടുള്ളത് അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് എഴുതിച്ചു കൊടുത്തത്. അപ്പോൾ മഹാനവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടായിരിക്കുന്നത്. മാത്രമല്ല നബി തങ്ങൾ ആ തോട്ടത്തിൽ പോയിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് നല്ല കഞ്ഞിയുണ്ട്, ആ തോട്ടത്തിൽ നല്ല ശുദ്ധ കഞ്ഞി, അതെല്ലാം നബി തങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹദീസ് വെച്ചിട്ട് നമുക്കത് വിവരിക്കാം. ഹദീസ് നമ്പർ 3 വാൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് കാലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, കാന അബൂ തൽഹാ അക്തറൽ അൻസാരി ഫിൽ മദീനത്തി മാലൻ മിന്നാസ്. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു മദീനയിലെ അൻസാരിയായ സ്വഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴത്തെ തോട്ടയുള്ള സ്വഹാബിയായിരുന്നു. വകാന അബൂ അംവാലിയിലെ ബൈറഹ, അയാളുടെ തോട്ടത്തിൽ വെച്ച് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറഹ എന്ന തോട്ടം. വകാനത്ത് മുസ്തഖ്ബിലത്തുൽ മസ്ജിദ്, അത് മദീനത്തെ പള്ളിയുടെ ഓപ്പോസിറ്റിൽ എത്തുന്നതായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ആ തോട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൽ നല്ല തണ്ണി ശുദ്ധത അത് നബി തങ്ങൾ കുടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്ത് എന്താ ആയത്തുള്ളത്? നിങ്ങൾ നല്ലത് ചെയ്താൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കും. അങ്ങനല്ല വേണ്ടല്ലേ ഏരി വേണ്ട കൂടെ മുപ്പത്തിരണ്ട് അനന്തല്ലേ അങ്ങനല്ല. നിങ്ങൾക്ക് കൊടുക്കുക മനസ്സിക്കില്ല, അത് നിങ്ങൾക്ക് വേറൊന്നുള്ള മനസ്സില്ല. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ പിന്നെ നല്ലത് കൊടുക്കുമ്പോഴേക്ക് യഥാർത്ഥ ഗുണം ചെയ്തെന്നാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അല്ല നനയോളില്ല നിങ്ങൾ നോക്കൂ, ഞങ്ങളെ വളർച്ചയുള്ളത് ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പിന്നോട് ദൈവം ജാമ്യം നിങ്ങൾ ഉപദ്രവം ഇതിനെ ആരെങ്കിലും എടുത്തപ്പോൾ ഇനി എരിയൊക്കെ ജാമ്യം അങ്ങനത്തെ ഒരു പരിസ്ഥിതി ഞാൻ കൊടുക്കാം. അങ്ങനെയല്ല, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കണം. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് പിന്നെ അത് കൊടുത്തേക്ക് വിരോധമല്ല, അത് കൊടുക്കാം. അതേ സമയത്ത് പദത്തെ ചെയ്യുന്നതാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കണം, ഞങ്ങൾ ഇഷ്ടമുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണം. قام أبو طلحة إلى رسول الله صلى الله عليه وسلم. أبو طلحة رضي الله عنه فقال يا رسول الله قلت الله رسوله إن الله تبارك وتعالى يقول الله تعالى صلى
ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂന എന്നുള്ള ചൊല്ലൽ ഏറ്റവും അത് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവാക്കുന്നുണ്ടല്ലോ അത് ചൊല്ലൽ. വൈന അഹബ്ബ മാലി ഇലയ്യ ബൈറഹ, എൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറഹാണ് ചൊല്ലിക്കോട്ടെ. വൈനഹ സദഖത്തുൽ ലില്ലാഹി, അത് അല്ലാഹുവിന് വേണ്ടിയാണ് സദഖയാണ്. അർജു ബിർറഹ, അതിന്റെ പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നത്. വദുഖറഹ ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലത്തെ, അത് അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം അവിടെ എടുത്തു വെച്ചിരിക്കണം, അതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നതുപോലെ നബിയെ നിങ്ങളത് ആ തോട്ടത്തിൽ നിലനിൽക്കാനാണ് തുടങ്ങി. അത് നല്ല ഉപകരിക്കുന്നത്, അത് നീ പുറത്തേക്ക് അതേപോലെ നിനക്ക് അതിൽ ഉപകാരം കിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ലാഭമുള്ള രണ്ടർത്ഥം. അതിലെ ഉപകാരം അതിലെ എപ്പോഴും നിങ്ങൾക്ക് അത് അടിച്ചു വീശുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ അതിലെ പണം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കരുത്. അപ്പൊ അത് സമയത്ത് മാക്കുക നീ കൊണ്ടത് നമുക്ക് കേൾക്കും. വൈകി ആറാമത്തെ അപ്പുറം അത് കുടുംബക്കാർക്ക് ബേസ് ഓതി വെച്ച് കൊടുത്താൽ ഞാൻ ഇഷ്ടപ്പെട്ടത്. فقال أبو طلحة أسأل يا رسول الله. أبو طلحة رضي الله عنه نعم من آخر فقسم أبو طلحة في أقاربه. أبو طلحة رضي الله عنه അടുത്ത കുടുംബക്കാരെ ഓതി വെച്ച് കൊടുത്തത്. വലിയ അമ്മയെ അതുപോലെ പാപ്പയുടെ ഇളവും മുത്തോണ്ട് മക്കളുടെ അതെല്ലാം വീതിച്ചു കൊടുത്തു. മുത്തപ്പനായി ഈ ബാബുൽ ഇതൊക്കെ മുന്നോളം ബാബു കണ്ടു. അത് ഈ ഹദീസ് വിശദീകരിച്ചതായിട്ട് അതുകൊണ്ട് അതിൽ കൂടുതൽ പദങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഏതായാലും ഈ ഹദീസിൽ നിന്നുള്ള നമുക്കുള്ള പാഠമുണ്ട്. അത് മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഗരത്തിൽ ചെന്നപ്പോൾ ഈ തോട്ടത്തെ ഞാൻ അല്ലാഹുവിന്റെ വൃത്തിയാക്കാൻ കൊടുക്കണം എന്നൊക്കെ കേട്ടപ്പോൾ നബി തന്നത് നിന്റെ കുടുംബത്തിൽ നിന്ന് ആ മുമ്പ് കൊടുക്കുന്നു അല്ല, അവിടെ കുടുംബക്കാർക്ക് വീട്ടിലേക്ക് കൊടുക്കും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുടുംബത്തെ ചെയ്യുന്നത് കുടുംബക്കാർക്ക്. പിന്നെ ഞങ്ങൾക്ക് സ്വതത്തെ ചെയ്യുമ്പോൾ രണ്ട് കൂലിക്കൊന്നും കുടുംബ സ്വന്തം ചേർക്കാണ് രണ്ട് അഞ്ച് ഗുണം ചെയ്യാനുള്ളത്. അപ്പൊ പറഞ്ഞാൽ അതായത് അവിടെ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അയാൾ നമുക്ക് അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടായിരിക്കുന്നത് അതിലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രത്യേകിച്ചത്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്തിൽ നിന്ന് ചെലവാക്കുക, ആദ്യം നമ്മുടെ കുടുംബക്കാരെ നോക്കുക എന്ന ഈ വാർത്ത ഈ ഹദീസിൽ നമുക്ക് അല്ലാഹു തആല മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ ക്ലാസ് എല്ലാവരുമായി അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ റിയാദുൽ സാലിഹീൻ ഹദീസ് ഓരോ ഹദീസ് കിതാബിൽ ഓരോ ഹദീസുകളായിട്ട് നമ്മൾ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ കിതാബ് എന്തെങ്കിലും വലിയ സാധ്യതകളുണ്ടാകുന്നതാവുന്നത് അപ്പൊ ഇത് മറ്റുള്ള എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആൾമാർ കാത് കൊടുക്കുമ്പോൾ ഒഴിവാക്കി കൊടുക്കുക. കാതുകൊണ്ട് ഓരോ അവസരവും ധാരാളം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി